എനിക്ക് ഇല we say ഇല ഊട്ട in Kannada. Every state has its own variation. So എനിക്കത് ഭയങ്കര ഇഷ്ടം. ഓണസദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇപ്പൊ 25 years ആയി. ഇപ്പൊ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ കേരളത്തിന്റെ ഒതന്റിക് ആയിട്ടുള്ള ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് അല്ലെങ്കിൽ വെന്നവർ ചേച്ചി കേരള വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാണ്ട് കഴിച്ചിട്ട് പോണത് എന്തായിരിക്കും? എനിക്ക് ആക്ച്വലി സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഒതന്റിക് അവിയൽ ഇഷ്ടം. ബിക്കോസ് അവിയലിന് ഞാൻ ഇത്ര what shall I say, such good avial ഞാൻ ആക്ച്വലി കഴിച്ചിട്ടില്ല. കഴിക്കും വെരി റെയർ. നോ. ട്രൈ ചെയ്തിട്ടേ ഇല്ലേ? ആണോ? ക്ലീനിങ്ങിലാണോ ഫുൾ ഇൻട്രസ്റ്റ്? നോ കുക്കിംഗ്. ബട്ട് ഐ ലൈക്ക് ഇവിടുത്തെ അവിയൽ, ഇവിടുത്തെ തോരൻ, ഇവിടുത്തെ പായസം. ആ ചക്കന്റെ കുറെ വെറൈറ്റി ചെയ്യുന്നുണ്ടല്ലോ. ചക്കയുടെ പായസം. അപ്പൊ ഇത്ര ഇഷ്ടമുള്ളപ്പോ ബാക്ക് ഹോം ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിയിട്ടേ ഇല്ല? ഞാൻ ഓർഡർ ചെയ്തിട്ട് കഴിക്കും. എനിക്ക് സത്യം അതിലെ ഒരു ആക്ച്വലി എന്റെ മിസ്റ്റർ ഫ്രണ്ട് നേബിൾ ഇപ്പൊ തന്നെ പറഞ്ഞു, കൊറേ ആൾക്കാര് ലക്ഷ്മി ചേച്ചി ഒരു റോൾ മോഡൽ പോലെ നിക്കുന്നേ, നീ ഇങ്ങനെ ആഗ്രഹമുണ്ട്. എനിക്ക് ആ ഒരു എന്താ പറയാ, കുക്കിങ്ങില് കുറച്ചൊരു പേഷ്യൻസ് വേണം. എനിക്ക് അത്ര പേഷ്യൻസ് ഇല്ല. അതെ, വേറെ നോട്ട് ഫോർ കുക്കിംഗ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് വരാം. ജീവിതത്തിലെ ആദ്യത്തെ വിഷുക്കണി സമ്മാനിച്ചത് ജയറാമേട്ടനും പാർവതി ചേച്ചിയുമാണ്. അത് നമുക്ക് 2001. അതായത് കൊച്ചു കൊച്ചു സന്തോഷങ്ങളുടെ സെറ്റിലാണോ? അല്ല, ഞങ്ങള് ഒരു ഗൾഫ് ടൂർക്ക് പോയിരുന്നു. അപ്പോ ജയറാം, കാവ്യ ആൻഡ് പ്രഭു ഗണേശൻ, പിന്നെ കലാ മാസ്റ്റർ ഗ്രൂപ്പ്, കലാഭവൻ മണി ഉണ്ടായിരുന്നു. അപ്പോ കുറെ ആർട്ടിസ്റ്റ്. സോ ഫസ്റ്റ് സ്റ്റാർ ഷോ ആണ് ഒരു ടൂറ്. അപ്പോ നമ്മുടെ ഈ ദുബായില്, നമ്മുടെ ബേസ് ദുബായ്, അവിടെ പോകും. സോ അവിടെ രാവിലെ എല്ലാരും അപ്പൊ തന്നെ കേട്ടു ഇത് വിഷുക്കണി അപ്പൊ അതിന്റെ പൈസ കൊടുക്കും. അത് ഫസ്റ്റ് ടൈം ഞാൻ കണ്ടത് പാർവതി അത് ഇട്ടു, അത് വിഷുക്കണി ഉണ്ടാക്കി. സോ ഞാൻ രാവിലെ അങ്ങനെ എണീറ്റില്ല, എനിക്കറിയില്ലായിരുന്നു ഇതെല്ലാം. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ഈ വിഷുക്കണി പറ്റി അറിഞ്ഞത്, അതിനെ കുറിച്ച് അറിഞ്ഞു കണ്ടതെല്ലാം അവിടെ വെച്ചിട്ടാണ്, അതും ദുബായിൽ വെച്ചിട്ടാണ്. ഓക്കെ, എന്നിട്ട് അങ്ങനെ വിഷുക്കൈ നീട്ടവും കിട്ടി. അതെ. ഓക്കെ, ശരി. അടുത്തത്, പിന്നെ അങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല വിഷു? കൊറേ. പിന്നെ ലോട്ട് ഓഫ് ടൈംസ് വിഷുക്കണി എന്ന് പറയുമ്പോ എല്ലാ ഫോട്ടോസ് ഫോട്ടോസ് എല്ലാരും അവരുടെ വീട്ടിലെ ഫോട്ടോസ് കാര്യങ്ങളും വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അയച്ചു തരും. ഓക്കെ, അമ്മയാകുന്നതും കുട്ടികളെ വളർത്തലുമല്ല എന്റെ ജീവിതമെന്ന് തീരുമാനിച്ച സമയം? എനിക്ക് തോന്നുന്നത് ചേച്ചിയുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാലും എല്ലാം ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ്ലി ചേച്ചിയോട് എല്ലാവരും ഏറ്റവും മോസ്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരേ ഒരു ചോദ്യമാണ്, ലക്ഷ്മി എന്തുകൊണ്ട് കല്യാണം കഴിച്ചിട്ടില്ല? ഇത് തന്നെ. സോ എനിക്ക് ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യണമെന്നേ ഇല്ല. സത്യം പറഞ്ഞാല് എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവുന്നേ ഇല്ല. ഇൻഫാക്ട് എനിക്ക് കുറെ അമ്മമാര് രാവിലെ அந்த സ്കൂൾ ബസ് നിൽക്കുമ്പോ அந்த കുട്ടിക്ക് ഇത്ര വലിയ ബാഗ് ഇട്ട് അവർ നിൽക്കുമ്പോ ഞാൻ വിചാരിക്കും എത്ര ഒരു സ്ട്രെസ് ആണ്, എത്ര ഒരു റെസ്പോൺസിബിലിറ്റി ആണ്, കഷ്ടം. ഈ അമ്മയാകാൻ സത്യം അമ്മയാകാൻ ഈസി അല്ല. ഞാനൊരു അമ്മയാണ്. ഇപ്പൊ അവള് 8th സ്റ്റാൻഡേർഡിലാണ്. And you're always a mom, right? I used to see how my mother would worry for me every time. എനിക്ക് അങ്ങനെ ഒരു മെറ്റേർണൽ ഇൻസ്റ്റിങ്ക്റ്റ് എനിക്ക് ചില സ്ത്രീകൾക്ക് എപ്പോഴും അതൊരു ആഗ്രഹമാണ്, നമുക്കൊരു നമ്മുടെ സ്വന്തം ഒരു ഫാമിലി ഉണ്ടാക്കണം, കുട്ടികൾ ഉണ്ടാവണം. എനിക്കത് എപ്പോഴും എനിക്കത് അങ്ങനെ ഒരു ആഗ്രഹമേ ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത്രയും ഇയേഴ്സ് ആയി ഇങ്ങനെ ചേച്ചിക്കും ഫ്രണ്ട്സും ഫാമിലിയിൽ എല്ലാവരും ആൾക്കാർ ഇങ്ങനെ ടുഗെദർ ആയിട്ട് അവരുടെ ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്നു, പക്ഷെ ചേച്ചി ഒരിക്കലും അത് അട്രാക്ട് ചെയ്തിട്ടില്ല എന്ന് ഇപ്പൊ യു ജസ്റ്റ് സെഡ് ഇറ്റ് അല്ലേ? ഡെഫിനറ്റ്ലി നോട്ട്. സത്യം. A lot of my friends are single also. അത് ഡിവോഴ്സ് ആയിട്ടുകൊണ്ട് അല്ലാതെ കല്യാണം കഴിക്കാതെ സിംഗിൾ ആയവരുണ്ട്. ഡിവോഴ്സ്ഡ്
consider them married and come back. I have a lot of single women friends. Oh, okay. And not only that, ആൻഡ് ഞാൻ എൻ്റെ കസിൻസിന്റെ കുട്ടികളെല്ലാം കാണുമ്പോ എനിക്ക് ഇഷ്ടം, കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടം, കുട്ടികൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടം, അതെല്ലാം ഉണ്ട്. പക്ഷേ ഈ അതൊരു ഡിഫറെന്റ് റെസ്പോൺസിബിലിറ്റി. മനസ്സിലായി എനിക്ക്. ഐ ആം ടു ഏതോ അതെ, അത് നമുക്കത് ചിലർക്കത് സെറ്റ് ആവൂല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഇയേഴ്സിനുള്ളിൽ എപ്പോഴെങ്കിലും എനി ടൈം ഏതെങ്കിലും ഒരു മൊമെന്റ് എങ്കിലും ചേച്ചിക്ക് ഒരു ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ആ ഒരു ലോൺലിനെസ് അങ്ങനത്തെ ഒരു ഫീൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? സംടൈംസ്. പക്ഷേ ഐ ബിലീവ് എല്ലാത്തിനും നമ്മുടെ സൊല്യൂഷൻസ് ഞങ്ങൾ ഉണ്ടാക്കണം, നമുക്ക് ഉണ്ടാവും. സോ സംടൈംസ് ഐ ഫീൽ if you have a companion you can do many things. Yes. Ipo suppose or a night la suppose the weather is but correct companion venam. Ipo just because ellarku or marriage undengil adu chelapo or aalkarinte nature swabhavam valare different ayala you can't do things together. But sometimes say oru night show ke pettane poonamana povum illengil oru drive povum. പക്ഷേ ipo adu also നമുക്ക് കുറെ I have കുറെ solutions ഉണ്ട്. If you have people who are impulsive, I do have some impulsive girlfriends also, so we do a lot of things, so it's okay. അത് മിസ് ചെയ്യുന്നില്ല. Especially ഇപ്പോ ladies travel groups ഉണ്ട്, and everything with the net and social media ഇതൊരു പോസിറ്റീവ് ആണ്. നമുക്ക് to connect, to do fun activities, നമുക്ക് ഈ ഒരു ടൈപ്പ് റിലേഷൻഷിപ്പ് വേണമെന്ന് നമുക്കൊരു നിർബന്ധമില്ല. അരയന്നങ്ങളുടെ വീട്, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തുടങ്ങി നിരവധി സിനിമകളിലൂടെ നമുക്ക് പ്രിയങ്കരിയായ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. ജയറാമിന്റെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ നായികയായി നമുക്ക് മുന്നിലെത്തിയ ലക്ഷ്മി ഗോപാലസ്വാമി സത്യം പറഞ്ഞാൽ സിനിമയേക്കാൾ ഉപരി നൃത്തത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത്. നർത്തകിയായിട്ട് തന്നെയാണ് ലക്ഷ്മി ഗോപാലസ്വാമിയെ നമുക്ക് കൂടുതൽ അറിയാവുന്നത്. താരം പലപ്പോഴും തന്റെ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്, തന്റെ ജീവിതത്തെക്കുറിച്ചും തന്റെ വിവാഹത്തെക്കുറിച്ചും എല്ലാം. എന്തുകൊണ്ടാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഇപ്പോഴും വിവാഹം കഴിക്കാത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അമ്മയാകാൻ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ആഗ്രഹമില്ലേ? ഇപ്പോൾ 50 കഴിഞ്ഞിരിക്കുന്നു നടിയുടെ പ്രായം. 54-കാരിയായ ലക്ഷ്മി വിവാഹം കഴിച്ചിട്ടില്ല ഇതുവരെയും. അരയന്നങ്ങളുടെ വീട് എന്ന ലോഹിതദാസ് ചിത്രത്തിലൂടെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി മലയാള സിനിമയിലെത്തിയത്. മലയാളത്തിൽ നായികയായും സഹനടിയായും എല്ലാം സജീവമായിരുന്ന അവർ മലയാളത്തിന് പുറമെ തമിഴ്, കന്നഡ ഭാഷകളിലും തിളങ്ങി. അഭിനേത്രി മാത്രമല്ല, മികച്ചൊരു നർത്തകി കൂടിയാണ് താരം. അടുത്തിടെ താരം തിരിച്ചെത്തിയിരുന്നു. ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിനെ കുറിച്ചും വെളിപ്പെടുത്തുകയാണ് നടി. അമ്മ വേഷങ്ങൾ അവതരിപ്പിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടില്ല, എന്നാൽ അമ്മയാവുക എന്നത് തന്റെ ഒരു ആഗ്രഹമല്ല എന്ന് താരം പറയുന്നുണ്ട്. അങ്ങനെ അമ്മയാവുക എന്നത് ഒരു എളുപ്പകാര്യമില്ല. അവരോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ്. സ്ത്രീകൾ വിവാഹം കഴിച്ചും കഴിക്കാതെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ട്. അവിവാഹിതരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഇന്ന് എനിക്കറിയാം. സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ അഭിമാനമുണ്ടാകും. അവിവാഹിതയെ തുടരുന്നതിൽ താൻ സന്തോഷവതിയാണ്. ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ആ റെസ്പോൺസിബിലിറ്റി അതൊരു വലിയ സ്ട്രെസ്സാണ്. ആ സ്ട്രെസ് താങ്ങാൻ തനിക്ക് പറ്റില്ല എന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത്.